വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام ورحمة الله. عليكم السلام. عليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر القرآن تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയിലേക്ക് നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ സെഷനുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മള് 118 വരെയുള്ള സൂക്തങ്ങളാണ് തദബ്ബുർ ചെയ്തത്. എങ്ങോട്ട്? വലക്കും അല്ലാ തഅകുലു മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അർത്ഥം പറയുക? മാലക്കും അല്ലാ തഅകുലു, മാലക്കും അല്ലാ തഅകുലു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നിങ്ങൾ എന്താണ് തിന്നാത്തത്? തിന്നാതിരിക്കാൻ എന്താണ് നിങ്ങൾക്ക് ന്യായം എന്നാണ്. തിന്നാതിരിക്കാൻ എന്താണ് നിങ്ങൾക്ക്? മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നാണ്. മാലക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറ്റിയത്? അല്ലാത്തവർക്കൊരു തിന്നാതിരിക്കാൻ. മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മാ ഉദ്ദിർതും ഇലൈഹി. ഇല്ലാ മാ ഉദ്ദിർതും എന്താ അർത്ഥം? ഇല്ലാ മാ ഉദ്ദിർതും അലൈഹി ഇലൈഹി. നിർബന്ധിതൻ. നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടാൽ ഒഴികെ ഉള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് വിലക്കപ്പെട്ടതെല്ലാം അത് ഫസ്സല ക്ലിയറായി വ്യക്തമാക്കപ്പെട്ടിരിക്കെ. അലൈഹി വഖദ്. ഈ വഖദിലെ വായെന്ത് വായാണ്? അവിടെ വാവുൽ ഹാലാണ്. നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ വാവുൽ ഹാലല്ലാത്ത ഒരു വാവ് വരാൻ സാധ്യതയില്ല. അപ്പൊ വഖദ് ഫസ്സലക്കും ഹറമ അലൈക്കും ഇല്ലാ മഗ്ഫിറത്തും ഇലൈഹി, അതുവരെയുള്ള എന്താണ്? ഹാലാണ്. അത്രയും ആ ജുംലയാണ് ഹാൽ. വാവുൽ ഹാലാണ്. വാവുൽ എന്ത് അവസ്ഥയാണ്? അവസ്ഥ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ്. അത് ഫസ്സലക്കും ഹറമ അലൈക്കും ഇല്ലാ മഗ്ഫിറത്തും, അത് ഫസ്സലക്കും ഹറമ അലൈക്കും, നിങ്ങൾക്ക് വിലക്കപ്പെട്ടതെല്ലാം അള്ളാഹ് വ്യക്തമാക്കി തന്നിരിക്കെ. ഇല്ലാ മഗ്ഫിറത്തും, നിങ്ങൾ നിർബന്ധിക്കപ്പെട്ടാൽ ഒഴികെ. അപ്പോ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നിരിക്കെ. وإن كثيرا ليضلون بأهوائهم بغير علم. അഹ്വാ എന്താണ്? ദേഹേച്ഛകൾ. ഏകവചനം ഹവ. അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു. അപ്പൊ ഹവയാണ് എല്ലാ കാരണത്തിനും, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഒരു വിവരവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു വിജ്ഞാനവും ഇല്ലാതെയാണ് അവർ ദേഹേച്ഛയുടെ കാര്യത്തിൽ മാത്രം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യം. ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഅ്തദീൻ. മുഅ്തദീന്റെ ഫിഅൽ മാദി എന്താണ്? ലാഹിറിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ബാത്തിൻ. അപ്പൊ ലഹർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ലഹറ വെളിവായി. ലഹറ വെളിവായി. ലഹറുൻ മുതുക്.
അപ്പോ അതേപോലെയാണെങ്കിൽ ബാത്തിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ബത്തിന് ബാത്തിന് എന്താണ്? വയറാ. വയറ്. ബാത്തിന് വയറ്. إن الذين يكسبون الإثم سيجزون بما كانوا يقترفون. يقترفون ده فعل ماضي. ഇക്തറഫ. എന്താ അർത്ഥം? പ്രവർത്തിച്ചു. ബിമാ കാനു യഖ്തരിഫൂൻ, അവർ പ്രവർത്തിച്ച് എന്താണ് പറയാ, ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ഉള്ള അർത്ഥം. ബിമാ കാനു യഖ്തരിഫൂൻ, അവർ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്, അവരെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന് അവർ പ്രതിഫലം ലഭിക്കാം, അവർക്ക് പ്രതിഫലം ലഭിക്കും. സൈജുസവന, അവർ കൂടി നൽകപ്പെടും. لا تأكلوا مما لم يذكر اسم الله عليه وإنه لفسق. ഇവിടെ യഥാർത്ഥ വിഷയം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറയുന്നത്, ഇപ്പൊ ഖുർആൻ അവതരിക്കുന്നു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഖുർആൻ അവതരിക്കുന്നത്. ആ അവതരിച്ച് കിട്ടുന്ന ഖുർആനിക ഭാഗങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളിൽ എന്ത് ചെയ്യുന്നു? ശരിക്കും എത്തിക്കുന്നു. അനുയായികൾ എന്ത് ചെയ്യുന്നു? ആ വിഷയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നു. സമൂഹത്തിൽ ആ വിഷയം എന്താകുന്നു? ഒരു ഡിസ്കഷൻ ആകുന്നു. ഇതാണ് ഖുർആൻ. നമ്മള് ഇന്നലെ രാവിലെ ഒരാളൊരു കാര്യം പറഞ്ഞു, ഏത് ദിവസം എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരം, അടുത്ത താരങ്ങൾ ആരാണോ അവര്, ഒരു താരം ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു, അതിന് മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ ഉടൻ തന്നെ മറുപടി പറയുകയാണ്. ചിലപ്പോൾ മണിക്കൂറുകൾക്കകം അതിന് മറുപടി വരുന്നു. എങ്ങനെ വരുന്നു? വാർത്താ സമ്മേളനത്തിന്റെ രൂപത്തിൽ. അതിന് ചിലപ്പോ മണിക്കൂറുകൾക്കകം ആദ്യം പറഞ്ഞയാള് വീണ്ടും വാർത്താ സമ്മേളനം വിളിക്കുകയാണ്. വാർത്താ സമ്മേളനം വിളിക്കുക എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നൽകേണ്ട ആൾക്കാരെല്ലാം, ചാനലുകളായിരുന്നാലും പത്രമാധ്യമങ്ങളായിരുന്നാലും എല്ലാം, മാധ്യമങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യണം? അതിന്റെ മറുപടി പറയാണ്. ഇതേ രീതിയിൽ സംഭവ വികാസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് നടന്നിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആയത്ത് ഇറങ്ങിയാൽ അത് സമൂഹത്തിന്റെ എന്താ പറയാ എല്ലാ മേഖലകളിലേക്കും അതിന് ചർച്ച എത്തും. ഇതിന്റെ പ്രധാന പോയിന്റിലേക്ക് എത്തുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ആ ചർച്ച എത്രത്തോളം വ്യാപിച്ചിരുന്നു എന്നത്. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ, അടുത്ത ക്ലാസ്സിൽ അതിന്റെ വിഷയങ്ങൾ വരുള്ളൂ. അപ്പൊ നേരത്തെ തന്നെ തുടങ്ങിയ ചർച്ച ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. എന്തായിരുന്നു പറഞ്ഞത്? വൈൻ തുത്തിയ അക്സറമം എല്ലാം അതിൽപ്പെട്ടതാണ്, അതിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇതെല്ലോ സബീലില്ല, ഈ എത്തപ്പേഴില്ല വൈൻഹുമില്ല റസൂൽ. അത് കഴിഞ്ഞിട്ടാണ് ഇന്ന റബ്ബക ഹുവ അലം ബിമൻ ഇന്ന റബ്ബക ഹുവ അലം മൻ യദില്ലു അൻ സബീലിഹി വഹുവ അലം ബിൽ മുഹ്തദീൻ. അതിന്റെ ഭാഗമാണ്. കുലൂ മിമ്മാ ദിക്ര സ്മുല്ലാഹി അലൈഹി, അതിന്റെ ഭാഗമാണ്. അതിന്റെ തുടർന്നുള്ള ഭാഗമാണ് പിന്നീട് വരുന്നത്. എന്നിട്ട് അതിനിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. ദറു ലാഹിറൽ ഇസ്മി വ ബാത്തിനഹു വല്ലദീന യക്സിബൂന അൽ-ഇസ്മ സയജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ ലാ തഅകുലൂ ബിമാ ലം യുദ്കർ ഇസ്മുല്ലാഹ്. ദൈവനാമം ചരിക്കപ്പെടാത്തത്, പരാമർശിക്കപ്പെടാത്തത്, ഓർമ്മിക്കപ്പെടാത്തതെന്ന് പറഞ്ഞാല് പരാമർശിക്കപ്പെടാത്തത്, പറയപ്പെടാത്തത്, ലാ തഅകുലൂ അങ്ങനെയുള്ളതിനെ തിന്നാൻ പാടില്ല. ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി ഇന്നഹു ലഫിസ്ഖ്.
ഫിസ്ക്. ഫിസ്കിന്റെ മാളി എന്താ? فسق മുള്ളാരിയെ فسق يفسق ക്രിയാധാതു ഫിസ്കുൻ ഫിസ്കുൻ فسق ഫിസ്കുൻ വ ഫുസൂഖുൻ. وفسوق. حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان എന്ന് സൂറത്ത് ഏത് സൂറത്തിലാ പറഞ്ഞ്? അൽ ഹുജറാത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാനെ മഹബത്തുണ്ടാക്കി തന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിങ്ങൾക്ക് കുഫറും ഫുസൂഖും ഇസ്യാനും അതിന് വെറുപ്പുളവാക്കി തന്നു. അപ്പൊ അവിടെ ഫുസൂഖ് എന്നാണ് പറഞ്ഞത്, അധർമ്മം. ഫിസ്ക് എന്നും പറയാം. അപ്പോ ഇതാണ് ഇന്നഹു ലഫിസ്ക്. അങ്ങനെ അള്ളാന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തത് നിങ്ങൾ തിന്നാൽ തീർച്ചയായും അത് ഫിസ്ക് തന്നെയാണ്, അധർമ്മം തന്നെയാണ്, ഈമാന് വിരുദ്ധമായ സംഗതി തന്നെയാണ് അത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? മുൻകാലങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഈ അടുത്ത കാലങ്ങളിൽ അങ്ങനെയുള്ള ശ്രദ്ധ കുറഞ്ഞു പോയോ എന്ന് സംശയമുണ്ട്. ഇത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ താമസിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അവർ ചിലപ്പോ മണിക്കൂറുകളോളം വണ്ടി ഓടിച്ചിട്ടാണ് ഹലാൽ ഭക്ഷണം എവിടെയാണ് ലഭിക്കുന്നത് അവിടെ പോയിട്ട് വാങ്ങുന്നത്. അവിടുന്നാണ് ഈ ഹലാൽ അത്രയും കെയർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ഹലാൽ ഫുഡിന്റെ പ്രാധാന്യം വരുന്നത്, ആ ഒരു ചർച്ചയാണ് വരുന്നത്. കാരണം എല്ലാ സ്ഥലത്തും മാംസം അറുക്കപ്പെടുന്നുണ്ട്, പല സ്ഥലങ്ങളിലും മാംസം അറുക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഹലാല രീതിയിൽ അറുക്കപ്പെടുന്നത് പരിമിതമായ സ്ഥലങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഹലാൽ എവിടെയാണ് അറുക്കപ്പെടുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വാങ്ങാറ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ശരിക്കും എങ്ങനെയുള്ള ഫുഡാണ്, എങ്ങനെയുള്ള മാംസമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറ്. ഉള്ളത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. എങ്ങനെയാണ് അത് അറിയുള്ളൂ? നമ്മള് ഒഴിവാക്കുക. സംശയങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം? ഒഴിവാക്കുക. നമുക്ക് ഉറപ്പില്ല ഇവര് കോഴി എവിടെ നിന്നാണ് കിട്ടിയത്, ആടും പോത്തൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നല്ലേ അല്ലേ? ഇഷ്ടംപോലെ ഫുഡുണ്ടല്ലോ. ഒരു മിമ്മാഫില്ലാതെ ഹലാലൻ ത്വയ്യിബൻ എന്ന് പറഞ്ഞില്ലേ? ഒരു മിമ്മാഫില്ലാതെ ഹലാലൻ ത്വയ്യിബ്, ഹലാലൻ ത്വയ്യിബായിട്ട് ഒരുപാടുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഇത് തന്നെ. നമുക്കിപ്പം പോത്തും ഇറച്ചിയും അല്ല, പോത്തും ആടും കോഴിയും തന്നെ വേണമെന്ന് നിർബന്ധം. ഇതാണല്ലോ ഇവിടങ്ങളിലുള്ളത്. നമ്മൾ പറയുന്ന നോൺ വെജ് എന്ന് പറയുന്ന സംഭവം ഇതാണല്ലോ. ഇതില്ലെങ്കിൽ ഫുഡ് ആവൂലേ? നമുക്ക് കുഴിമന്തി തന്നെ ആണെന്നുണ്ടെങ്കിലേ ഫുഡ് ആവുള്ളൂ, ബിരിയാണി ആണെങ്കിലേ ഫുഡ് ആവുള്ളൂ, അല്ല ചിക്കൻ ആണെങ്കിൽ ചിക്കനിലുള്ള പിന്നെന്താണ്, ഇതൊക്കെയാണെങ്കിലേ ഫുഡ് ആവുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. തൊടുപുഴ അവിടെ ഭാഗത്ത് പോയപ്പോഴേ ഒരു മുസ്ലിം തന്നെയാണ് അറക്കണത് കോഴിനെ. പക്ഷെ അവിടെ പന്നിയും വെക്കുന്നുണ്ട്. ഹലാലാണ്, മുസ്ലിങ്ങൾക്ക് ഹലാലായതാണ്. പക്ഷെ പന്നിനെ വെട്ടുന്ന കീമ തന്നെയാണ് വെട്ടുന്നത്. കോഴിന് നമ്മളവിടെ പോകാൻ പോലെ അടുത്ത ആഴ്ച നമുക്ക് എടുക്കില്ല പരിപാടി. നിങ്ങൾക്ക് വേണ്ടിട്ട് മുസ്ലിയാരാണ് അറക്കണെന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് വേണ്ടിട്ടേ. അപ്പൊ പിന്നീട് ആ വിഷയത്തിലേക്ക് വരികയാണ്. വൈന്ന ഷയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം
ലിയുജാദിലൂക്കും. പിന്നെ ഷയാത്തീന എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശ ശക്തികൾ എന്നാണ് നമുക്ക് പറയേണ്ടത്. ദുരുപദിഷ്ടമായ അല്ലെങ്കിൽ ദുരുദ്ദേശമുള്ള വ്യക്തിത്വങ്ങൾ, അതെല്ലാം അതായത് തിന്മയിലേക്ക് നയിക്കുന്നവരെല്ലാമാണ് പിശാചുക്കൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പഠിച്ചായിരുന്നു പിശാചിനെ കുറിച്ച് പറഞ്ഞപ്പോ യുവസ്ഫീസു ഫീസു ദുരിനാസി മിനൽ ജിന്നത്തി വന്നാസ്, ജനങ്ങളിലെ ദുർബോധനം ചെയ്യുന്നവര് ജിന്നത്തിലുമുണ്ട് നാസിലുമുണ്ട്. അപ്പൊ ദുരുദ്ദേശപരമായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നവരാരെല്ലാം ഉണ്ടോ അവരെല്ലാം ഈ ഗണത്തിൽപ്പെടും. അവരെ കുറിച്ചാണ് പറയുന്നത് വൈന്ന ഷയാത്തീന. ഇത് മനസ്സിലായാലേ നമുക്ക് ജിന്നുകളുണ്ടോ പിശാചുണ്ടോ എവിടെയാണ് ഇബ്ലീസ് എന്താ ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വൈന്ന ഷയാത്തീന ലയൂഹൂന, അവരും എന്ത് ചെയ്യുന്നുണ്ട്? വഹീ നൽകുന്നു. ഈ പദങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ചില പദങ്ങളുടെ അർത്ഥം സാങ്കേതികമായ രീതിയിൽ, അല്ലെങ്കിൽ ചില പദങ്ങൾ സാങ്കേതികമായ അർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിക്കും. ആ സാങ്കേതിക അർത്ഥം കൃത്യമായി മനസ്സിലാകണമെങ്കിൽ അതിന്റെ ഭാഷാർത്ഥം മനസ്സിലാകണം. അങ്ങനെ വരുമ്പോ ആ ഭാഷാർത്ഥത്തിലും ഖുർആൻ ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഭാഷാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് സാങ്കേതിക അർത്ഥം വികസിക്കുന്നത്. അപ്പൊ പിശാചുക്കൾ എന്ത് ചെയ്യുന്നു? ലയൂഹൂന ഇല ഔലിയാഇഹിം, അവരെന്താ ചെയ്യുന്നത്? അവര് മറ്റുള്ളവരെ അറിയാതെ തന്നെ അവരുടെ മനസ്സിൽ നിന്നും മനസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സന്ദേശം അയക്കുന്നുണ്ട്. മനസ്സിൽ നിന്നും മനസ്സിലേക്ക് സന്ദേശം അയക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? നമ്മൾ ഔഹാൻ യുഹ എന്ന് പറഞ്ഞാൽ ദിവ്യബോധനം നൽകിയെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ദിവ്യബോധനം എന്ന് പറയുന്നത് ഔഹാ യുഹ എന്ന് പറഞ്ഞാൽ ദിവ്യബോധനം എന്ന് പറഞ്ഞാൽ അത് ഖുർആനികമായ തന്നെ സ്വകാര്യമായി അവൻ എന്ത് ചെയ്യുന്നു? വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ബാലനും വിജയനും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിക്കുകയാണ്. വിജയൻ പറഞ്ഞിട്ടല്ല ബാലൻ പറയുന്നത്. ബാലൻ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ താല്പര്യം അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനൊത്ത് നിന്നുകൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? എന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഒപ്പിച്ചെടുത്ത് തരുന്ന ആളാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യില്ല? വിജയം തള്ളി പറയില്ല. പറഞ്ഞില്ല. സമൂഹത്തിൽ നടക്കുന്ന ചർച്ച അറിഞ്ഞെങ്കിലും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയും നമ്മളെ സദസ്സിൽ തന്നെ പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള വിഷയം. ഇതാണ് ഇബ്ലീസിന്റെ പണി, അല്ലെങ്കിൽ ദുഷ്ശക്തികൾ എന്ന് പറയുമ്പോൾ അത് വ്യക്തിത്വങ്ങളായിരിക്കും. ആ വ്യക്തിത്വങ്ങൾ ചെയ്യുന്ന സംഗതി അവര് മറ്റുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഷയാത്തീന ദുശക്തികൾ അല്ലെങ്കിൽ ദുഷിച്ച വ്യക്തിത്വങ്ങൾ യൂഹൂന ഇലാ ഔലിയാഇഹിം, അവരുടെ ആത്മമിത്രങ്ങളിലേക്ക് അവരെന്ത് ചെയ്യുന്നു? സന്ദേശം കൈമാറുന്നു, രഹസ്യ സംഭാഷണം നടത്തുന്നു. ലിയുജാദിലൂക്കും, എന്തിനാണ്? അവർ നിങ്ങളോട് വാദപ്രതിവാദങ്ങൾ ഏർപ്പെടുന്നതിന്. എന്നിട്ടെന്താ പറഞ്ഞ്? വഇൻ അതഅ്തുമൂഹും ഇന്നക്കും ലമുശ്രികൂൻ, നിങ്ങളെങ്ങാനും അവരെ അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇന്നക്കും ലമുശ്രികൂൻ. ഇവിടെയാണ് നമ്മുടെ വിഷയം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയത്. അവരെന്താ പറഞ്ഞത്? ഒട്ടകത്തെ നമ്മൾ അറുത്തു, ഹലാലായിട്ട് അറുത്താൽ ആരാണ് കൊല്ലുന്നത്? അള്ളാന്റെ പേരും പറഞ്ഞിട്ട് മനുഷ്യന്മാരാണ് കൊല്ലുന്നത്, അല്ലേ? അള്ളാന്റെ പേരും പറഞ്ഞെന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് മനുഷ്യനാണ് അറുക്കുന്നത്. ഒട്ടകത്തെ ആരും അറുക്കാതെ ഒട്ടകം മരിച്ചാലോ ആരാണ് കൊന്നത്? അള്ളാഹാണ് കൊന്നത്. അതല്ല.
അപ്പൊ എന്ത് ചെയ്തു? ഇവരെന്താ പറഞ്ഞത്? മുശ്രിക്കുകൾ അള്ളാഹ് കൊന്നതിനെ തിന്നാൻ പാടില്ല, മനുഷ്യന്മാരെ കൊന്നതിനെ തിന്നാൻ പാടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യന്മാര് കൊന്നതിനെ തിന്നാവൂ, അള്ളാഹ് കൊന്നതിനെ തിന്നാൻ പാടില്ല എന്നാണോ? ഇങ്ങനെയാണ് പറയുന്നത്. അതല്ലാതെ ശവം തിന്നാൻ കുഴപ്പമൊന്നുമില്ല, ശവം തിന്നാൻ നിങ്ങൾക്ക് ആരോഗ്യത്തിന് അതുണ്ടാവുന്നുണ്ട്, ആ രീതിയല്ല പറയുന്നത്. ബുദ്ധിപൂർവമായ ചില പ്രസ്താവനകൾ അവർ ഉണ്ടാക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇതേവരെയും നടന്ന ചർച്ച. ഇനി എവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു പേജ് മുമ്പ് എന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും ഈ ചർച്ച എന്തുമാത്രം ഒരു ഖുർആൻ സൂക്തം അവതരിക്കുമ്പോൾ ആ വിഷയങ്ങൾ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിക്കും. അതാണ് ഖുർആൻ. അല്ലാതെ നമ്മൾ രാവിലെ എടുത്ത് ഇങ്ങനെ ഓതി കണ്ണ് കഴിക്കുന്നവർ ഓതുന്നതല്ല. ചർച്ച ആകട്ടെ. ഈ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങളോട് ഇത്രയും ശത്രുത ഉണ്ടാകാനുള്ള കാര്യം എന്താ? കുറെ പേര് ഇപ്പം ഈ മൈക്കെല്ലാം അങ്ങനെ നിരോധിച്ചൊന്നുമില്ല. കാലം മാറുന്നതിനനുസരിച്ച് അവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ നമസ്കാരം ഉറക്കാണല്ലോ, മൈക്രോഫോണിലാണ്. അപ്പം 3-4 പള്ളികൾ അവിടെ ഉണ്ടെങ്കിൽ 4 പള്ളികൾ കൊണ്ടും ഉറക്ക ഓതും. ഇതെല്ലാം ആരുടെ ഭാഷയിലാ? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഭാഷയിലാണ്, അല്ലാതെ ആരും അറിയാത്ത ഭാഷയിലല്ല. ലബനാനിൽ ആരാ ഉള്ളത്? 50% ക്രിസ്ത്യാനികളാണ്. 50% ക്രിസ്ത്യാനികളാണ്. അവരുടെ ഭാഷ എന്താ ലബനാനിലെ? അറബിയാണ്. ഈ അവരുടെ ഭാഷയിലാണ് ഇതെല്ലാം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് പ്രകോപനം ഉണ്ടാകാതിരിക്കുമോ? അവർ ചെയ്യുന്ന അവരുടെ ദുഷിച്ച കാര്യങ്ങളെ കുറിച്ച്, അവർ ചെയ്തിരുന്ന ദുഷിച്ച കാര്യങ്ങളെ കുറിച്ച്, അവരുടെ തെറ്റായ വിശ്വാസങ്ങളെ കുറിച്ച്, ആചാരങ്ങളെ കുറിച്ച്, അവരുടെ വിശുദ്ധ വ്യക്തിത്വത്തോട് അവർ ചെയ്ത അല്ലെങ്കിൽ അവരും വ്യക്തിത്വത്തെ അവരെന്താക്കി എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാണ്? വളരെ വ്യക്തമായി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവരുടെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക. അതേത് ഭാഷയിലാണ് ഉള്ളത്? ലബനാനിലുള്ള ബൈബിൾ ഏത് ഭാഷയിലാണ് ഉള്ളത്? ഇംഗ്ലീഷ് ഭാഷയില, എല്ലാം പ്രാദേശിക ഭാഷയില. അതിലെന്താ ഉള്ളത്? അറബിയിലാണ് ഉള്ളത്. യഹോവയ്ക്ക് എന്താ പേര് പറയുന്നത്? അല്ലാഹ്. ജീസസിന് എന്താ പേര് പറയുന്നത്? ഈസ. മോസസിന് എന്താ പേര് പറയുന്നത്? അപ്പം ജൂതന്മാരെ സംബന്ധിച്ചോളം അവരുടെ ഭാഷ ജൂയിഷ് ആണെങ്കിൽ പോലും അവർക്കെല്ലാം സുപരിചിതമാണ് അറബി. അറബി സുപരിചിതമാണ്. അതാണ് വിഷയം. പക്ഷെ അവർക്ക് ഇസ്ലാമിനെ താത്വികമായി വിമർശിക്കാൻ പറ്റില്ല. അത്രയും സ്ഥാപിതമാണ് ഇസ്ലാം. വ്യവസ്ഥാപിതമാണ്, സ്ഥാപിതവുമാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഖുർആൻ അവതരിച്ചു, അത് കൃത്യമാണ്, അതിൽ കൂട്ടിച്ചേർക്കലും ഒന്നും നടന്നിട്ടില്ല. മറിച്ച് അവരുടെ കയ്യിലുള്ളതിലൊക്കെ എല്ലാം നടന്നിരിക്കുന്നു. അപ്പൊ ഇതാണ് വിഷയം. ഇതിനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാ ഉണ്ടാകുന്നു. ഖുർആനിലുള്ളതൊക്കെ അവര് ഒന്നും മനസ്സിലാക്കാതിരിക്കുകയും നമ്മളും മനസ്സിലാക്കാതിരിക്കുകയും, മറിച്ച് നമ്മളെല്ലാം ഇതിന്റെ ഇരകളായി തീരുകയും ചെയ്യും. നമ്മളെന്ത് ചെയ്യുന്നു? ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ പീഡനം അനുഭവിക്കുന്നത്. പീഡനവും മർദ്ദനവും ബഹിഷ്കരണവും അവഗണനയും കോളനൈസേഷനും മാർജിനൈസേഷനും എല്ലാം അനുഭവിക്കും. യഥാർത്ഥത്തിൽ അവരന്ന് ഇതിന്റെ ബഹുഭൂരിപക്ഷവും, വളരെ ന്യൂനപക്ഷം അറബി ഭാഷ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ടാകാം, ബഹുഭൂരിപക്ഷവും അറിയാത്തവരുമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിഷയം യഥാർത്ഥം അങ്ങോട്ട് പൂർണ്ണമായി എത്തിക്കുക അവരിലേക്ക്.
അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ ശതമാനമെങ്കിലും അവരുടെ നിലപാടുകൾ മാറ്റും. അപ്പൊ അത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ആ ചർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ വൈനത്തായത്ത് മോഹം അങ്ങനെ എങ്ങാനും മനതരെ അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇന്നക്കും മുശ്രിക്കൂൻ, തീർച്ചയായും നിങ്ങൾ എന്താണ് വിശ്വാസികളാവും. അവര് പറഞ്ഞെന്താ, അള്ളാഹ് ഒന്നേനെ തിന്നാൻ പാടില്ല, മനുഷ്യൻ ഒന്നേനെ തിന്നാൻ പാടുണ്ടെന്നാണോ പറയുന്നത്? എന്താണ് ചോദിക്കുന്നത്? എന്നിട്ട് ചോദിക്കണം, അവമൻ കാന മൈതൻ فأحييناه وجعلنا له نورا يمشي به في الناس كمن مثله في الظلمات ليس بخارج منها. അവൻ കാന മൈതൻ എന്തായിരുന്നു? ജീവനല്ലാത്തവനായിരുന്നു. ഫഅഹ്യയ്നാഹു അവന് നാം ഹയാത്ത് നൽകി, ജീവൻ നൽകി. ജഅൽനാ ലഹു നൂറൻ അവർക്ക് നൂറ് നൽകി. എന്താ നൂറ്? പ്രകാശം. ഖുർആൻ. ഹിദായത്ത് ഹിദായത്ത് മീൻസ് ഖുർആൻ. നൽകി. നൂറൻ യംശി ബിഹി ഫിന്നാസി ജനങ്ങൾക്കിടയിൽ നടക്കുന്നതിന്, അതുമായി ആ പ്രകാശവുമായി നടക്കുന്നതിന് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നതിന് ഹിദായത്ത് നൽകി. കമം മസ്ലുഹു അങ്ങനെ വിജ്ഞാനം ലഭിച്ച് ദൈവികമായ പ്രകാശത്തിൽ വഹി അനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവൻ. മസലുഹു കമൻ മസലുഹു ഫിന്നുലുമാതി അന്ധകാരത്തിൽ കിടക്കുന്നവനെ പോലെ ആകുമോ? ലൈസ ബിഖാരിജിൻ മിൻഹാ അതിൽ നിന്നും അവൻ എന്ത് ചെയ്യുന്നില്ല? പുറത്തിറങ്ങാൻ താല്പര്യം പോലും കാണിക്കുന്നില്ല. കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. ഇപ്രകാരം സുയ്യിന ലിൽ കാഫിരീന അവർക്ക് അലങ്കൃതമാക്കപ്പെട്ടു, മാ കാനൂ യഅമലൂൻ അവർ ചെയ്യുന്നതിന്. അപ്പൊ നമ്മളെ ഈ ആൾക്കാരൊക്കെ പറയൂലേ, ഒരു വിഷയം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരാ വിഷയം പറയുന്നതിനുള്ള ഒരു എൻജോയ്മെന്റ് നോക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള അവരുടെ ആ ഒരു അത് അവതരിപ്പിക്കുന്ന സമയത്തുള്ള അവരുടെ സന്തോഷം. തികച്ചും തെറ്റായ ഒരു കാര്യം എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഉള്ള ശ്രമിക്കുന്ന സന്ദർഭത്തിലുള്ള അവരുടെ ആ ഒരു മാനസികമായ അവസ്ഥ എന്ന് പറയുന്നത് അതാണ് പറയുന്നത്. സുയ്യന് അവർക്ക് അലങ്കൃതമാക്കപ്പെടുകയാണ്. അവമൻകാനം മൈത്തൻ മരിച്ചത് നിർജീവമായവൻ പറഞ്ഞാൽ നിർജീവമായവൻ എന്ന് പറഞ്ഞാൽ അവനെന്തുണ്ടായിരുന്നില്ല, അവന് ഈ ഹിദായത്തൊന്നും ഇല്ലാത്തത് കാരണമായി നിർജീവമായവൻ. അവനെ അഹ്യൈനാഹു അവനെ നാം സജീവമാക്കി കൊണ്ടുവന്നു. അറിവ് നൽകിയെന്നുണ്ട്, നിർമ്മകം ആക്കിയെന്ന്. സജീവമാക്കിയെന്ന് പറഞ്ഞ അറിവ് നൽകിയതാ. അറിവ് നൽകി മരിച്ചു പിന്നെയാണ് ജീവിപ്പിച്ചത്. മരിച്ചു ജീവിപ്പിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്. നിർജീവാവസ്ഥ കൊണ്ട് ഇവിടെ വിവക്ഷിച്ചിട്ടുള്ളത് അജ്ഞതയുടെയും അബോധത്തിന്റെയും അവസ്ഥയാണ്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇതിന്റെ കുറിപ്പ് എന്തായിരിക്കും നോക്കിയതാണ്. നമുക്ക് വായിക്കും മനസ്സിലാവുന്നേ ഉള്ളത്. അത് അഹ്യൈനാഹു ജഅൽനാ ലഹു നൂറൻ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ആ നൂറ് എന്ന് പറയുന്നത് വിജ്ഞാനമാണ്, ഖുർആനാണ്, അല്ലെങ്കിൽ ദൈവികമായ സന്ദേശങ്ങളാണ്. അപ്പൊ അതിന്റെ മറുഭാഗത്ത് എന്താ ഉള്ളത്? മൈത്ത് എന്ന് പറഞ്ഞാൽ നിർജീവമായവനെ ജീവിപ്പിച്ചോ അല്ലെങ്കിൽ അവനെ മരിപ്പിച്ചിട്ട് ജീവിപ്പിച്ച കാര്യങ്ങളൊന്നും അല്ലതാണ്. വിജ്ഞാനം കൊണ്ട് അവൻ എന്ത് ചെയ്തു? നവോത്ഥാനത്തിൽ എന്താ ഇംഗ്ലീഷ് പറയുന്നത്? റിനൈസൻസ്. നവ ഉത്ഥാനം.
അപ്പൊ എന്താണ്? അതെല്ലാം മേക്ക് ദം എലൈവ്, അവരെ ലൈവ് ആക്കുന്നതാണ്. ആ അർത്ഥത്തിലാണ്. ആ യഥാർത്ഥ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ജീവനുള്ളവനാവുകയുള്ളൂ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ കറക്റ്റ് ആയിട്ടുള്ള നോളജ് ഇല്ലാത്തവനെ സംബന്ധിച്ചോളം അവൻ എന്താണ് എങ്ങനെയാണ് ജീവിക്കുന്നത് അറിയില്ല. അവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കണം എന്ന് പറയുന്ന പോലെയാണ്. كذلك جعلنا في كل قرية أكابر مجرميها. മുജ്രിമീഹ എന്ന വാക്ക് എങ്ങനെ വരും? എങ്ങനെയാണ് ആവിർഭവിച്ചത്? എങ്ങനെയാണ് ഉണ്ടായത്? നിഷ്പന്നമായത്? മുജ്രിമീന ആ മുജ്രിമീന. ഇറാഖത്ത് ചെയ്തത്. ആ അജറമൈജുരിമാണ്, മുജ്രിമീനയാണ്. മുജ്രിമീന അതിന് ഞാൻ പോയിട്ട് ഹായിലേക്ക് വാഫത്ത് ചെയ്തതാണ്. ആയിലേക്ക് ചെയ്തത്. അക്കാബിറ മുജ്രിമീഹ, അത് ഭയങ്കരമാണ് സംഭവം. കബീറുകൾ ആക്കും, കബീറുകളെ ഉണ്ടാക്കും. വലിയവൻ. കൊലകൊമ്പന്മാര് അല്ലെങ്കിൽ വമ്പന്മാർ. മുജ്രിമീഹ അതിലെ കുറ്റവാളികളുടെ കൊലകൊമ്പന്മാർ, വമ്പന്മാർ. അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അപ്പം അമിതമായുണ്ടായ ചക്രവർത്തിയാണെങ്കിലും, അമിതമായുണ്ടായ ചക്രവർത്തി അറിഞ്ഞത് ഷാ എന്ന് പറഞ്ഞാൽ എന്താ? ഷാ എന്ന് പറഞ്ഞാൽ എന്താ? ഷാ എന്ന് പറഞ്ഞ ചക്രവർത്തി എന്നാ. ഷാജഹാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ചക്രവർത്തി. അമിത് ഷാ എന്ന് പറഞ്ഞാൽ അമിതമായുണ്ടായ ചക്രവർത്തി. അങ്ങനെ ഉണ്ടായതാണെങ്കിലും എല്ലാ നാട്ടിലും എല്ലായ്പ്പോഴും കദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ. ഇതെന്താണ്? സുന്നത്തല്ലാഹി അല്ലതി ഖദ് ഖലത് മിൻ ഖബ്ലു വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഇതാണ് നടപടിക്രമമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഹസിബത്തും മൻ തദ്ഖുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. അത് ഒന്നിലധികം അധ്യായങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തന്നെ ഒരു സൂചനയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും അവരെ നിഷ്ഠൂരമായി പരീക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടും. അവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും. അവരിൽ ദൈവദൂതന്മാരുണ്ടാകും, ദേവദൂതന്മാരുടെ അടുത്ത അനുയായികളുണ്ടാകും. സുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ്. റസൂലിനോടൊപ്പം നിൽക്കുന്നവർ പോലും ചോദിക്കും, എപ്പോഴാ സഹായം, എപ്പോഴാ സഹായം. ഇത് നടപടിക്രമം തുടർന്നുകൊണ്ടേയിരിക്കും. അക്കാബിറ മുജ്രിമീഹ. അപ്പം കബീറായ ഒരുത്തനല്ല. നമ്മൾ വിചാരിക്കുന്ന എന്താണ്? ഈ മസീഹ് ദജ്ജാലിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നു. മസീഹ് ദജ്ജാലിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നു. മസീഹ് ദജ്ജാൽ വരും, അയാൾ മസീഹ് ദജ്ജാലെന്ന് പറയും. മസീഹ് ദജ്ജാൽ എന്ന് പറയുന്നത് ഒന്നാണ്. അതിനപ്പുറം അക്കാബിറ മുജ്രിമീഹ, കുറ്റവാളികളുടെ മേലാന്മാർ വരെ നാം ഉണ്ടാക്കി വെക്കും. ജാലന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ നാട്ടിലും. അക്കാബിറ മുജ്രിമീഹ ലിയംകുറൂ ഫീഹ, അവരവിടെ എന്തിനു വേണ്ടി? മക്കറ യംകുറു, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിന് വേണ്ടി. അവർ ചെയ്തു കൂട്ടുന്നതെല്ലാം ഇല്ലാതെ അംഫുസിഹിം, അവരോട് ചെയ്യുന്നതൊക്കെ അവരോട് തന്നെയാണ്. പക്ഷെ അവരെ അത് അറിയുന്നില്ല.
അവർക്ക് വേണ്ടിയാണ് കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവരറിയും. إذا جاءتهم آية قالوا لن نؤمن حتى نؤتى مثل ما أوتي رسل الله. അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു. നുഅ്ത എന്നതിന്റെ എന്ത് രൂപമാണ്? അതിന്റെ മറ്റു രൂപങ്ങൾ എന്തൊക്കെയാണ്? അത്തായത്തി ആത്തായുത്തി ആത്തായുത്തി നുഅ്തി എന്ന് നാം നൽകും. നുഅ്ത നാം നൽകപ്പെടും. ഇദാ ജാഅതുഹും ആയത്തുൻ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്ത. ഞങ്ങൾക്ക് നൽകപ്പെടുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നവര് പറഞ്ഞു. മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, അള്ളാന്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടത്. അപ്പൊ എല്ലാ ദൂതന്മാർക്കും, മുൻകഴിഞ്ഞു പോയ ദൂതന്മാർക്ക് നൽകപ്പെട്ടത് ഞങ്ങൾക്കും ലഭിച്ചാലല്ലാതെ, നൽകപ്പെട്ടാലല്ലാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. അവിടെ പിന്നെ മറുപടി വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് സുവ്യക്തങ്ങളായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മഹാ അത്ഭുതങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളതെന്ന് ഞാൻ പറയാൻ കാരണം, എല്ലാ നബിമാർക്കും നൽകിയ എല്ലാ മുഅ്ജിസാത്തുകളും അമാനുഷിക ദൃഷ്ടാന്തങ്ങളും ഖുർആനിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അങ്ങനെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിയും ഫിറഔനും തമ്മിലുണ്ടാകുന്ന സംഭാഷണങ്ങളിലുണ്ടാകുന്ന മുഅ്ജിസാത്തുകൾ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ സുവ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അതേസമയം ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന എല്ലാ അടയാളങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അതിൽ എത്രത്തോളം കാര്യങ്ങൾ ശരിക്കും നടന്നതാണ്, എത്രത്തോളം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് അറിയാൻ പറ്റില്ല. കാരണം അതിലുള്ളതെല്ലാം ദൈവിക വചനങ്ങളല്ല, എല്ലാം ദൈവിക വചനങ്ങളല്ല. അപ്പോ ഇവിടെ എന്തുണ്ട്? സുവ്യക്തമായി നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ നബിമാർക്കും അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ടാകാം, അടയാളങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോ അടുത്ത ദൂതന്റെ ആൾക്കാർ വരുമ്പോൾ ആൾക്കാരെന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത ദൂതൻ വരുമ്പോൾ അടുത്ത ദൂതന്റെ ആൾക്കാർ മറ്റു നബിക്ക് അങ്ങനെ വലിയ അടയാളം കിട്ടിക്കുക, ഇപ്പോഴുള്ളതിനേക്കാളും വലുതാണ് മറ്റത് എന്ന് അവർ കണക്കാക്കുക. ഇപ്പോഴുള്ളതിനെ അടയാളമായി അവർ കണക്കാക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞിട്ടുള്ളതിനൊക്കെ ചില സ്ഥലങ്ങളിൽ നൽകിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ നൽകിയിട്ടില്ല. അപ്പോൾ ഇന്നമൽ ആയാത്തു ഇന്ദല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാന്റെ അടുക്കലാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ടെങ്കിൽ തരും, അത്രേ ഉള്ളൂ. അള്ളാഹു അലമു ഹൈസു യജഅലു റിസാലതഹു. റിസാലത്ത് എന്താണ്? റിസാലത്തിന്റെ മാവി എന്താണ്? അർസലയാണ് ശരിക്കും. മാവി അല്ല, അർസല അയച്ചു. പക്ഷേ മുർസൽ ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. മുർസൽ ദൂതൻ എന്ന അർത്ഥത്തിൽ, റസൂൽ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഉപയോഗിച്ച് ഉരുത്തിരിഞ്ഞു വരുന്ന വേറെ ചില പദങ്ങളായിരിക്കും കൂടുതലായി ഉപയോഗിക്കുന്നത്. അതിൽപ്പെട്ടതാണ് റിസാലത്ത്. അർസൽ യുർസിൽ വരുമ്പോ ഇർസാൽ എന്നാണ് പറയാ, അയക്കൽ. ഇർസാൽ എന്ന് പറഞ്ഞാൽ അയക്കലാണ്. പക്ഷെ റിസാലത്ത് എന്താണ്? ദൗത്യം.
ദൂത്, അവന്റെ ദൂത്, അവൻ അയക്കുന്ന ദൂതന്മാരെ അയക്കുക എന്ന ആ വ്യവസ്ഥ എങ്ങനെ ചെയ്യണം എന്ന്, എങ്ങനെ ആക്കണം എന്ന് അള്ളാഹ്ക്കറിയാം. അള്ളാഹ്ക്കറിയാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും അള്ളാഹ്ക്കറിയും എന്ന് പറയുന്നത്. അള്ളാഹ് ഈ ലോകത്തിന്റെ മുഴുവൻ അധിപനാണ്. അതിന്റെ വരും വരായികളൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ അടുത്ത സമൂഹം, ഒരു സമൂഹത്തിൽ നിന്നും അടുത്ത സമൂഹത്തിലേക്കുള്ള എന്താണ് പറയാ മാറ്റം, ഓരോ സമൂഹവും അടുത്ത സമൂഹം തമ്മിലുള്ള മാറ്റം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് 2025 ഉള്ള സമൂഹവും 26 സമൂഹം തമ്മിൽ എന്താണ് ബന്ധം ആലോചിക്കും. 2026 അല്ലെങ്കിൽ 2025 മൊബൈലിന്റെ ഒരുപാട് സാങ്കേതിക വിദ്യകൾ വന്നത്. 2025 തന്നെ AI നിലവിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സമൂഹം വരുമ്പോൾ AI കളിക്കുന്നവരാണ് 2026 വരുന്നത്. അതേസമയം 6-ാം നൂറ്റാണ്ടിൽ ഉള്ള ആൾക്കാരും 20-ാം നൂറ്റാണ്ടിലുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം ആലോചിക്കും. അപ്പൊ അതിന് മുമ്പുള്ള സമൂഹവും ഇപ്പോഴുള്ള സമൂഹവും തമ്മിലുള്ള മാറ്റം ആലോചിച്ച് നോക്കുക. അങ്ങനെ ഓരോ സമൂഹവും അടുത്ത ഒരു സമൂഹത്തിൽ നിന്നും അടുത്ത സമൂഹത്തിലേക്കുള്ള പരിവർത്തനം, പഴയ സമൂഹവും ഈ സമൂഹവും തമ്മിലുള്ള മാറ്റം, ഇത് ആർക്ക് കഴിയാൻ പറ്റും? ഒരു മനുഷ്യന് തയ്യാറാക്കാൻ പറ്റുമോ? ഒരു കൂട്ടം മനുഷ്യന്മാർക്ക് തയ്യാറാക്കാൻ പറ്റുമോ? കാരണം ഇവരെല്ലാം ഒരു 100 വർഷം കഴിഞ്ഞാൽ പോകും. 115 വർഷം കഴിഞ്ഞാൽ അവരങ്ങ് പോകും. അതല്ലെങ്കിൽ അയാൾ അത്രത്തോളം വർഷം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എന്ത് ഗ്യാരണ്ടി ഉള്ളത്? അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ ആവശ്യകതയും അവരുടെ നാഗരികതയ്ക്കും സംസ്കാരത്തിനും അവരുടെ ജീവിതത്തിനും ഉപയുക്തമായ കാര്യങ്ങൾ നൽകുന്നതിന് അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അല്ലാഹു അഅലം ഹൈസു യജ്അലു റിസാലത സയസ്തീബുല്ലദീന അജ്റമു സഗാറുൻ ഇൻദല്ലാഹി. സഗാർ എന്താ? ശരിക്കും ഭാഷാർത്ഥം എന്താ? കുഴപ്പോ കൊച്ചാകല്. സിഗാറ്. സഗീർ, സഗീർ എന്താ? സഗീർ ചെറുത്. സഗീർ ചെറുത്. സിഗാർ, സഗീറിന്റെ ബഹുവചനമാണ് സിഗാർ. رب اغفر لي ولوالدي رب ارحمهما كما ربياني صغيرا എന്ന് പറഞ്ഞു. كما ربياني صغيرا. അപ്പൊ كما ربيانا എന്ന് പറഞ്ഞാലോ സിഗാറ. സഗീർ ചെറുത്, സിഗാറ് ചെറിയവർ. ഇവിടെ ട്രാൻസ്ലേഷനിൽ നിന്യത എന്നാ കാണിക്കുന്നത്. അതെ, നിന്യത എങ്ങനെ വന്നെന്ന് ചോദിക്കുന്നത്. ട്രാൻസ്ലേഷൻ മുന്നിൽ വെച്ചിട്ട് ട്രാൻസ്ലേഷൻ നോക്കിയിരുന്നാൽ മീനിങ് മനസ്സിലാവില്ല. നിന്യത എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? കൊച്ചാകൽ. കൊച്ചാകൽ, ചെറുതാകൽ, അതാണ്. ആ സഗീറിൽ നിന്നാണ് സ്വഗാറും വരുന്നതെന്നാണ് പറഞ്ഞത്. നിന്യത എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നിന്യത വന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരൊന്നും എന്തല്ല, ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹഖൂൻ എന്ന് പറഞ്ഞില്ലേ? അല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹഖൂൻ. അവരെന്തായിരുന്നു? വിശ്വാസികളെ കാണുമ്പോൾ ചിരിച്ചുല്ലസിക്കുന്നവരായിരുന്നു. അപ്പൊ അവർ ചിരിക്കുന്ന സമയത്ത് എന്താ അവരുടെ മർറൂബിഹിം യതഗാമസൂൻ എന്ന് പറഞ്ഞു. അവരവരുടെ അടുത്തോടെ നടന്നു പോയാല് കണ്ണുകൊണ്ട് ആകെ കാണിക്കും. അപ്പൊ എന്താണ് അവരുടെ മാനസികാവസ്ഥ? എന്തായിരുന്നു?
ഇപ്പൊ നേരത്തെ പറഞ്ഞ അമിതമായി ചക്രവർത്തിയായ ആള് എന്താണ് അവർക്ക് മറ്റുള്ളവരോടുള്ള അവസ്ഥ? മറ്റുള്ളവരെല്ലാം അവരുടെ കണ്ണിൽ വെറും കൊച്ചാൾക്കാരാ, നിന്ദ്യരാണ്. തിരിച്ചല്ല പറയാൻ യുസീബുല്ലദീന അജ്റമു, അങ്ങനെയുള്ള കുറ്റം ചെയ്തവർ അവർക്ക് ബാധിക്കും. സഗാറുൻ, ഇന്ന് അവർ ആരെയൊക്കെയാണോ കൊച്ചായി കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ വിരുദ്ധമായി അവർ കൊച്ചാകുന്ന അവസ്ഥ ഉണ്ടാവും. അവരൊന്നുമല്ല, അവർക്ക് നിന്ദ്യത മാത്രമേ ലഭിക്കുകയുള്ളൂ. അജ്റമു സഗാറുൻ ഇൻദല്ലാഹി വഅസാബുൻ ശദീദ്, കഠിനമായ ശിക്ഷ ലഭിക്കും. ബിമാ കാനൂ യംകുറൂൻ, അവർ അവരുടെ കുതന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കാരണമായി. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, യുരിദിന്റെ യഥാർത്ഥ രൂപം എന്താണ്? അറാദ. അറാദ അറാദ യുരീദു. 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 ഇവിടെ യുരീദു എന്താ? എങ്ങനെ യുരീദ് എന്തായി? ശക്തിയായി കൊണ്ട് മൻ വന്നപ്പോഴ് രണ്ട് ഒരു ദാലിന് സുക്കൂൻ കൊടുത്തപ്പോൾ രണ്ട് സുക്കൂൻ അവസാനത്തെ സുക്കൂൻ കൊടുത്തപ്പോൾ അതിന് മുമ്പുള്ള ദീർഘാക്ഷരം പോയി. അഥവാ ദീർഘാക്ഷരവും സുക്കൂനും ഒരുമിച്ച് വന്നാൽ ദീർഘാക്ഷരമാണ് പോകുക. കാരണം ദുർബലന്മാരെയാണ് ഒഴിവാക്കി. അങ്ങനെയാണ് യുരിദ് വന്നത്. ഒമൻ യുരിദില്ലാഹു. പിന്നെ അവിടെ കസ്റൊന്നും എങ്ങനെ? രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നപ്പോൾ ലഫ്ദുൽ ജലാലത്തിന്റെ ലാമിന്റെ സുക്കൂൻ. ലഫ്ദുൽ ജലാലത്തിന്റെ ലാമിന്റെ സുക്കൂൻ. അല്ലാഹ്, അലിഫിനെ പരിഗണിക്കൂല അവിടെ. ഹംസത്തുൽ വസ്ലിനെ അല്ല പരിഗണിക്കുക, മറിച്ച് അത് കഴിഞ്ഞിട്ടുള്ള ലാമിന്റെ ആ ലാമിന്റെ സുക്കൂനും യുരീദ് എന്ന ദാലിന്റെ സുക്കൂനും ചേർന്നുകൊണ്ടാണ് ഇതിലൂടെ കസ കൊടുക്കുന്നത്. അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ഒരാളെ നേർവഴിയിലാക്കണം എന്നുദ്ദേശിച്ചാൽ അവനെ ഇസ്ലാമിലേക്ക് അവന്റെ ഹൃദയം വിശാലമാക്കി കൊടുക്കും. ഷറഹ യശ്റഹു. ഷറഹ യശ്റഹു എന്ന് പറഞ്ഞാൽ എവിടെ പഠിച്ചായിരുന്നു നമ്മൾ? ഷറഹ യശ്റഹു അപ്പം ഹൃദയ വിശാലത. ഷറഹ യശ്റഹു എന്ന് പറഞ്ഞ ഭാഷാർത്ഥം എന്താ? എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് അർത്ഥമുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തു, വിശദീകരിച്ചു. അങ്ങനെയാണ് ഹദീസിന്റെ ഷറഹ് എന്ന് പറയുന്നത്. ഹദീസിന്റെ ഷറഹ് എന്ന് പറയും. ഖുർആന്റെ വ്യാഖ്യാനത്തിന് തഫ്സീർ എന്ന് പറയും. ഒമൻ യുരീദു അൻ യുദില്ലഹു, ഒരാളെ വഴിതെറ്റിക്കണം എന്ന് വിചാരിച്ചാൽ യജ്അൽ സദ്റഹു ദയ്യിഖൻ. ദയ്യിഖിന്റെ പേരെന്തായിരിക്കും വരിക? ളാഖ യളീഖു. ളാഖ യളീഖു എന്ന് പറഞ്ഞാല് കുടുസായി. ളാഖ യളീഖു കുടുസായി. പിന്നെ അതിനെ മസീദ് ഫീഹി ആക്കാം, എന്താ പറയാ, മുത്തഅദ്ദി ആക്കാം. മുത്തഅദ്ദി എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഫിഅല് ലാസിമും മുത്തഅദ്ദിയുമായിരിക്കും. ലാസിം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ആവശ്യമില്ലാത്തത് ലാസിമ. ഒബ്ജക്റ്റ് ആവശ്യമായതാണ് മുത്തഅദ്ദി, ഫിഅല് മുത്തഅദ്ദി. അപ്പൊ അതിന് ളാഖ യളീഖു എന്ന് പറഞ്ഞാൽ അത് ഫിഅല് ലാസിമാണ്. അതിനെന്ത് വേണ്ട? ഒബ്ജക്റ്റ് വേണ്ട. കുടുസായി. അതിനെ അലാഖ എന്നും ആക്കാം, ലയ്യഖ എന്നും ആക്കാം. അപ്പൊ പിന്നെ ഭാഷയിൽ കൂടുതൽ ഉപയോഗമുള്ള ഏതാണെന്നുള്ളത് നോക്കാം. യുളീഖു വേറെ വന്നിട്ടുണ്ടല്ലോ. താങ്കളുടെ ഹൃദയത്തിൽ കുടുസായി അനുഭവപ്പെടുന്നു എന്ന് വന്നിട്ടുണ്ട് ഒരു സ്ഥലത്ത്. യുളീഖു സദ്റുക.
എന്നൊരു വാക്ക് ആയി തോന്നിയിട്ടുണ്ട്. അപ്പൊ അലാക്ക യുമിയക്കൊന്ന് വരാം. ഇവിടെ എന്താണ്? ലയ്യക്കയാണ് വന്നത്. ലയ്യക്ക യുമയ്യക്കു കുടുസാക്കി. 720 അവര് വന്നു. ഹറജൻ സദ്റഹു ഹറജൻ. അപ്പോ കുറച്ച് ഹറജൻ എന്താണ്? പ്രയാസപ്പെട്ടു. പ്രയാസം, ആ, പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട്. ഒമൻ യുരിദു അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യഖൻ. അങ്ങനെ അവനെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയം ഉണ്ടാക്കും, ഉടുസാക്കും, സങ്കുചിതമാണ്. ഹറജൻ പ്രയാസമുള്ളതായ രീതിയിൽ. കഅന്നമാ യസ്തഅദു, കഅന്നമാ യസ്തഅദു സഈദയുടെ അർത്ഥം തന്നെയാണ്. സഈദ കയറി. യസ്തഅദു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മലയിൽ കയറി നമ്മളെ മലയാളത്തിൽ എന്താ വാക്ക് പറയുന്നത്? മല കയറി, അങ്ങനെയാണോ? മരകയറ്റം. മലയിൽ കയറി, പർവ്വതാരോഹണം നടത്തി എന്ന് പറയുന്നത്. ലിഫ്റ്റിന് പർവ്വതാരോഹണം. മസാദ് അപ്പൊ വലിയ മലത്തിലൊക്കെ എങ്ങനെ? ലിഫ്റ്റിന് മസാദ് എന്ന് പറയും. മസ്അദ് എന്ന ലിഫ്റ്റിന് പറയും, അത് വേറെ. ഇവിടെ യസ്തഅദ എന്ന വാക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സഈദ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്, മുജറദ് ഉപയോഗിച്ചിട്ടാണ് മസ്അദ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ? യസ്തഅദു ആരോഹണം നടത്തി. കന്നമാ യസ്തഅദു വളരെ ഉയർന്ന ഭാഗത്തേക്ക് കയറി പോകുമ്പോൾ അതിനെ കുറിച്ച് എന്ത് പറയും? ആരോഹണം നടത്തി എന്ന് പറയും. അറജ എന്നുള്ള ഒരർത്ഥം. അറജ എന്താണ്? അറജ അറജ അറജയും അറജയും സഈദയൊക്കെ ഒരുപോലെ തന്നെയാണ്. അറജയും സഈദയൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇവിടെ എന്താണ്? യസ്തഅദു എന്ന അർത്ഥത്തിലാണ്. യതദക്കറുവിന്റെ രൂപം വചനാണ് കേട്ടോ. യതദക്കറുവിന്റെ താ പോയിട്ടാണ് യദ്ദക്കർ വരുന്നത്. അതേപോലെയാണ് യസ്തഅദു. യതസഅദു ആണ് ഇവിടെ ഒറിജിനൽ രൂപം. തസഹദ, തസഅദ യതസഅദു. അപ്പൊ നമ്മൾ ദക്കറ യദ്കുറു എന്ന് പറഞ്ഞില്ലേ? ദക്കറ യദ്കുറുവിന്റെ അർത്ഥം തന്നെയാണ് ഉള്ളത്, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നേ ഉള്ളൂ. ദക്കറ ഓർമ്മിച്ച് പാഠം ഉൾക്കൊള്ളുന്നതൊക്കെ പറയും. അതേപോലെ എന്ത് ചെയ്യാണ്? പ്രയാസമുള്ള ഭാഗത്തേക്ക് കയറുകയാണ്. അതിനാണ് യസ്തഅദു എന്ന് പറയുന്നത്. ഫിസ്സമായി ആകാശത്തിൽ കയറി പോകുന്നത് പോലെ അവന് ഹൃദയ കുളിച്ച് അനുഭവപ്പെടും. ആകാശത്തിൽ കയറുന്നത് പ്രയാസകരമാണ് എന്നും ആകാശത്തിലേക്ക് കയറി പോകുന്നത് പ്രയാസകരമാണ് എന്നും ഒക്കെ 610 അല്ലെങ്കിൽ 600 AD 600കളിലും ഒക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് പറയാൻ കഴിയാ? ആകാശത്തിലേക്ക് കയറും തോറും, മുകളിലോട്ട് പോകും തോറും പ്രയാസം അനുഭവപ്പെടും അല്ലേ? മുകളിലോട്ട് കയറും തോറും പ്രയാസം അനുഭവപ്പെടും. അപ്പോ ഭൗതിക ശാസ്ത്രപരമായ ഒരു വിഷയമാണത്. മുകളിലോട്ട് കയറി പോകും തോറും പ്രയാസം അനുഭവപ്പെടും. ഇപ്പൊ ഖുർആന്റെ അമാനുഷികതയുടെ തെളിവാണിത്, തെളിവുകളിൽ ഒന്നാണ്. അപ്പൊ ഒരാൾക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. മറിച്ചാണെങ്കിൽ സദ്റഹു ദയ്യഖൻ ഹറജൻ കഅന്നമാ യസ്തഅദു ഫിസ്സമാ. ഇപ്പൊ ഹൃദയം കുടുസായ ആൾക്കാരൊക്കെ ചില കമന്റുകളൊക്കെ പറഞ്ഞു കേട്ടില്ലായിരുന്നോ? അവളുടെ മുഖഭാവം കണ്ടപ്പോ തന്നെ മനസ്സിലാവും. മുഖഭാവം നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല, കാരണം അതൊക്കെ എന്താണ്? കുട്ടികൾ പരസ്പരം തല്ലുകൂടുമ്പം കാണിക്കുന്ന ഗോഷ്ഠികളാണ്.
അപ്പൊ പിന്നീട് നോക്കിയപ്പോഴാണ് അതേ ഗോഷ്ഠികൾ അദ്ദേഹം വേറെ പല സന്ദർഭങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? യജ്അൽ സദ്റഹു ദയ്യഖൻ, അത് നിങ്ങൾ ഈ പറയുന്ന ഇത്തരം മാനസിക അവസ്ഥയുള്ളവരെ എല്ലാവരെയും എടുത്താൽ മനസ്സിലാകും അവരുടെ മനസ്സൊക്കെ എന്താണ്? സങ്കുചിതമാണ്. അവരുടെ മനസ്സ് സങ്കുചിതമാണ്. യജ്അൽ സദ്റഹു ദയ്യഖൻ ഹറജൻ, സങ്കുചിതമാണ്, അതേപോലെ അസഹനീയമാണ്. കദാലിക യജ്അലുല്ലാഹു റിജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വാസമില്ലാത്തവരുടെ മനസ്സിൽ എന്ത് ചെയ്യും? റിജിസ് എന്താണ്? തിരിച്ച ശിക്ഷ. മ്ലേച്ഛം, റിജിസ് മ്ലേച്ഛമാണ്. എന്താണ്? മോശമായതൊന്നും ഇല്ല അർത്ഥം. റിജിസ് മ്ലേച്ഛമായത്, മോശമായി. ഇന്നമാ മ്ലേച്ഛം. യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലിൽ ബൈത്തി വയതഹറകും തത്ഹീറാന്ന്. മയ്യത്തിനെ കുറിച്ച് ചത്തത്. നിങ്ങളുടെ ഒരു ആയത്ത് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലിൽ ബൈത്തി വയതഹറകും തത്ഹീറാ. സൂറത്തുൽ അഹ്സാബിൽ 33. അഹ്സാബ് 33. ആ വേഗം വഖർന ഫീ ബുയൂത്തിക്കന്ന എന്ന് പറഞ്ഞിട്ട്. അല്ല, ആയത്ത് എനിക്ക് മനസ്സിലായി. ഞാൻ അതിന്റെ ശരിക്കുള്ള ഇത് നോക്കിയായിരുന്നു. അതെ, സെയിം അർത്ഥം തന്നെയാണ് അവിടെയും കൊടുത്തുള്ളത്. അതേ റിജിസ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ആ ഹൃദയത്തിൽ നിന്ന് മാലിന്യം എടുത്തു കളഞ്ഞിരിക്കുന്നു. അതെ, റിജിസ് അല്ലേ? റിജിസ് ഇത് സായാണ് മറ്റേത്. ഇത് സീനാണ്. റിജിസ് അല്ല, ഇതേ സീൻ തന്നെയാണ് ഹിസാബിനും ഉള്ളത്. റിജ് എന്ന് എഴുതി കണ്ടതിന് മാലിന്യം എന്ന് അർത്ഥം എഴുതിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്. റിജിസ് അല്ലേ മാലിന്യം? കാക്കാൻ
ആ യഥാർത്ഥത്തില് ഇതിന് എന്താണ്? റിജിസിന് മാലിന്യം എന്നാണ് അർത്ഥം. മാനൽ റിജിസ് എന്താണ്? ശിക്ഷ എന്നും അർത്ഥം. ഇട്ടാല് ശിക്ഷയെന്നും, റിജിസ് സീനിട്ടാല് മാലിന്യമെന്നും അർത്ഥമുണ്ട്. അതേസമയം നേരെ തിരിച്ചും പ്രയോഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആയത്ത് പറഞ്ഞപ്പോഴത്തേക്ക് റിജിസ് എന്നിടത്ത് മാലിന്യം എന്ന് നമ്മൾ തൗബയിൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോ അഹ്സാബിൽ വന്നിരിക്കുന്നത് മാലിന്യം നീക്കം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ഇവിടെ എന്താണ്? അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം ശിക്ഷ എന്നാണ്. ഈ ആയത്തില് റിജിസിനർത്ഥം ശിക്ഷ എന്നാണ്. കദാലിക ഇപ്രകാരമാണ് അവിശ്വസിച്ചവർക്ക് അള്ളാഹ് ശിക്ഷ നൽകുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് രണ്ടിന്റെയും വ്യത്യാസവും അതിന്റെ ഈ ആയത്തിലെ അർത്ഥവുമാണ് നോക്കിയത്. അന്യാം, ഈ സൂറത്തുൽ അൻആമിലെ ആയത്തില് കദാലിക യജ്അലുല്ലാഹു റിജിസ ഐ യജ്അലുൽ അദാബ വൽ ഖബസ. അവിടെ എന്തുണ്ട്? മാലിന്യവും ശിക്ഷയും എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. മ്ലേച്ഛതയും ശിക്ഷയും എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായ ശിക്ഷ, മ്ലേച്ഛമായ ശിക്ഷ. ഇത് രണ്ടും തിരിച്ചും മറിച്ചും ഉപയോഗിക്കലുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഈ നീഹാര കാര്യങ്ങളൊക്കെയും വ്യവസ്ഥാപിതമായി പഠിപ്പിച്ചു തരുന്ന ഈ വ്യവസ്ഥയുണ്ടല്ലോ, ഈ വ്യവസ്ഥ സിറാത്തു റബ്ബിക്ക്, ഇതാണ് റബ്ബിന്റെ വ്യവസ്ഥ, നിന്റെ റബ്ബിന്റെ വ്യവസ്ഥ. ഇവിടെ ഉലൂഹിയത്തിന് പകരം നേരത്തെ പറഞ്ഞതെല്ലാം ഉലൂഹിയത്താണ് പറഞ്ഞത്. അള്ളയുടെ കാര്യമാണ്. അള്ള എന്ന വാക്കാണ് എടുത്തു പറഞ്ഞത്, ആരാധ്യൻ. അപ്പൊ ഈ ആരാധ്യൻ എന്നെന്താണ്? അള്ളയെ അവർ വിശ്വസിച്ചിരുന്നു. ആരാധ്യൻ എന്ന നിലയ്ക്ക് അള്ളയെ അവർ വിശ്വസിച്ചിരുന്നു. അപ്പോ അള്ളയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നും എന്ത് ചെയ്തിരുന്നു? ഖുർആൻ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പറയുന്നത് എന്താണ്? ഇതെല്ലാം പ്രപഞ്ച നിയന്താവ് ആരാണോ അവൻ തന്നിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്. സിറാത്തു റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ, നിന്റെ പരിപാലകനെ, നിന്നെ വളർത്തിക്കൊണ്ടുവന്നവൻ ആരാണോ അവന്റെ ഘടന ഇതാണ്. സിറാത്ത്, മാർഗം ഇതാണ്. മുസ്തഖീമൻ, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട്. അത് ഫസ്സൽനൽ ആയാതി ലിഖൗമി യസ്ദക്കറൂൻ. ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നവർക്കാണ് നാം എന്ത് ചെയ്തിരിക്കുന്നത്? ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തന്നിരിക്കുന്നത് അൽ ആയാത്ത്, സൂക്തങ്ങളും ദൃഷ്ടാന്തങ്ങളും. ലഹും ദാറുസ്സലാമി. സമയം കഴിഞ്ഞല്ലേ? 7:59 ആയത് ഞാൻ നോക്കിയായിരുന്നു. അത് നിൽക്കട്ടെ കേട്ടോ. സിറാത്തു റബ്ബിക മുസ്തഖീമാണ്. എങ്ങനെ അതിന്റെ സിറാത്ത് റബ്ബിക, ഇതാണ് നിന്റെ റബ്ബിന്റെ സിറാത്ത്. എങ്ങനെയുള്ളതാണ്? മുസ്തഖീമൻ, അവിടെ ഹാലാണ്. സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ളതായ നിലയിലുള്ള, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ളതായ നിലയിലുള്ള.
അയ്യസ്തഖീമാന്ന് ഏത് അയ്യസ്തഖീമാന്നുള്ള അർത്ഥത്തിൽ അയ്യസ്തഖീമല്ല, തഖീമ. അങ്ങനെയാണ്. ഹാലിന് അങ്ങനെ ഒരു എന്റെ അർത്ഥങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഇല്ലല്ല. അങ്ങനെ വരാൻ വഴി കാണുന്നില്ല. ഉം. അതാ സിറാത്ത് റബ്ബിക മുസ്തഖീമൻ. എഴുതിയിട്ടുണ്ട് ഹാലെന്ന്, കേട്ടോ. ഉം. ഹാദാ ഇസ്മു ഇഷാറ മബ്നിയ്യിൻ ഫീ മഹല്ലി മുബ്തദ സിറാത്ത് ഖബർ വഹാദാ മുളാഫുൻ ഹാദാ സിറാത്ത് റബ്ബിക മുളാഫിൻ ഇലൈഹി അൽ കാഫു ളമീർ മുത്തസിൽ ഫീ മഹല്ലി മുളാഫ് ഇലൈഹി മുസ്തഖീമൻ ഹാലിൻ മൻസൂബുൻ മിൻ സിറാത്ത്. സിറാത്തിന്റെ ഹാലായിട്ടാണ് മുസ്തഖീം ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് എന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചോദിച്ചാലും മതി. തർക്കീബ് എന്നാണ് അതിന് പറയുക, കേട്ടോ. തർക്കീബ് എന്ന് പറയും. ഇതിന്റെ തർക്കീബ് എന്താണെന്ന് ചോദിച്ചാൽ മതി. ആയത്തിന്റെ 126 അതിന്റെ തർക്കീബ് എന്താണെന്ന് ചോദിച്ചാൽ ഡൗട്ട് ക്ലിയർ ആക്കി തരും. നമ്മള് ChatGPT ചോദിക്കും. ChatGPT എന്ന് പറയുന്നത് 75% മാത്രമേ നമുക്ക് റിലയബിൾ ആയിട്ടുള്ളൂ ഉണ്ടാവും. കാരണം അതിനെക്കുറിച്ച് ആധികാരികത, അതിനെക്കുറിച്ച് അതിന്റെ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വിച്ഛേദിച്ചറിയാൻ മനസ്സിലാക്കുന്ന ആളെ സംബന്ധിച്ചോളം മാത്രമേ അത് റിലേ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും തെറ്റ് പറയുന്നു, ആ തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഒരു ചെറിയ ധാരണ വേണം. അതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ വേണം. ഇനി പിന്നെ നമ്മൾ ചോദിക്കുകയാണ് ഇത് ആര് പറഞ്ഞു എന്ന് ചോദിക്കണം. ഞാൻ ചോദിക്കുക ഇത് ആര് പറഞ്ഞു, ആരുടെ അഭിപ്രായം പറഞ്ഞത്. ആര് പറഞ്ഞെന്ന് ചോദിക്കണം. ആര് പറഞ്ഞു പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നിർത്താം. ബാക്കി 127 മുതൽ അടുത്ത പ്രാവശ്യം നമുക്ക്. അപ്പൊ കണ്ണൂരുള്ളവരെയൊക്കെ കണ്ണൂരിലേക്ക് ക്ഷണിക്കുകയാണ്. കണ്ണൂർക്കാർ വല്ലതും ഉണ്ടോ? ഇല്ലാത്തവരും അവിടെ വരാം, കേട്ടോ. കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാൾ എന്ന് പറഞ്ഞാൽ വിശാലമായ ഹാളാണ്. എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ കഴിയുന്നവർക്കൊക്കെ അവിടേക്ക് സ്വാഗതം. ശനിയാഴ്ച 4 മുതൽ 8 മണി വരെയാണ് പ്രോഗ്രാം. നാളെ 8 മുതൽ 4 മുതൽ 8 വൈകുന്നേരം 4 മുതൽ രാത്രി 8 വരെ. 8-ന് മുമ്പ് നമ്മൾ നിർത്തും. കാരണം അങ്ങോട്ട് വൈകിപ്പിച്ചുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാവും. കണ്ണൂർക്കാർ വന്നു നേരത്തെ പോയി കാണും. ഇല്ല ഇവിടെ ഉണ്ട്. നിങ്ങൾ എത്ര പേരെ പങ്കെടുപ്പിക്കും? നിങ്ങൾ വരുമെന്നുള്ള നമ്മൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ എത്ര പേരെ പങ്കെടുപ്പിക്കും? കുറച്ചു പേര്, പക്ഷെ വിളിച്ച ആൾക്കാരെല്ലാം പഴയ പ്രോഗ്രാം കൊണ്ട് വൈകുന്നേരം ഓരോ പ്രോഗ്രാം കൊണ്ട് വൈകുന്നേരം എല്ലാരും ബിസിയാ. ശനിയാഴ്ച എന്ത് പ്രോഗ്രാം? അല്ല, പലതും ഉണ്ടല്ലോ ഇങ്ങനെ പല ക്ലാസ്. നിങ്ങൾ വന്നു നോക്കൂ. ഖുർആൻ വായിച്ച് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നും ഖുർആൻ വായിച്ച് മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നും ഖുർആൻ പഠനം എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്.
അതെ പറഞ്ഞോട്ടെ. എന്നാലും പക്ഷെ ഇവർക്കൊന്നും മെയിനായിട്ട് മീനിങ്ങും ഗ്രാമറും ഒന്നും പഠിക്കണ്ട. അവർക്ക് തജ്വീദ് അത് ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് അത് ഇരിക്കുകയാണ്. ചുളുവിന് യാബുള്ള അല ഹർഫിൻ എന്ന് പറഞ്ഞില്ലേ, ഒരു സൈഡിൽ നിന്നിട്ട് അള്ളാഹ് ഇബാദത്ത് ചെയ്യുക, അത്രേ ഉള്ളൂ. മെയിൻ സ്ട്രീമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മെയിൻ സ്ട്രീമിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവിടെ എത്തിച്ചേരും. ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഖുർആനിലെ 14,000 വാക്കുകൾ 4 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുന്ന പറഞ്ഞോളൂ. 14,000. നമ്മൾ കാസർഗോഡ് പറഞ്ഞ 17,000 എന്നെ അവിടെ 17,000 വാക്കുകൾ നമ്മൾ 4 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ 2 സെഷനായിട്ടാണ് നടത്തിയത്. രാവിലെ 10 മുതൽ 12 വരെ, പിന്നെ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ. എങ്ങനെ കണ്ട ലൊഹറിന് മുമ്പ് നിർത്തിയിട്ട് ലൊഹറിനല്ല 1 മണിക്കാണ് നിർത്തിയത്. 12 ഉദ്ഘാടന സെഷനൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റ് 4 മണിക്കൂർ ഉപയോഗിച്ചിട്ട് അത് സംഘാടകരോട് നമ്മൾ പറഞ്ഞു നമുക്ക് 4 മണിക്കൂർ വേണം. ഇപ്പൊ എന്ന് പറഞ്ഞാല് സംഘാടകർ നമ്മുടെ അനുസരിച്ചല്ല മറിച്ചിട്ടാണ്. സംഘാടകർ നമ്മൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ലീക്ക് പോക്കൊക്കെ ചെയ്തിട്ടാണ്. നമ്മൾ 2 മണിക്ക് നടത്താമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 2 മണി പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ 4 മണിയാക്കിയത്. അവരാദ്യം പറഞ്ഞത് 2:30 നമ്മൾ 2 മണിക്കാക്കാന്ന് പറഞ്ഞു. അല്ല 3 ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞ് അവസാനം 4 പിന്നെ സ്ത്രീകൾ രാത്രി ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് അങ്ങനെയുണ്ട്. എങ്കിലും അങ്ങനെ 4 മുതൽ 8 വരെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മള് കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായിരുന്നാലും 2 മണിക്കൂർ 3 മണിക്കൂർ ശരാശരി കിട്ടുള്ളൂ. അതിനിടയുള്ള സമയം കിട്ടുള്ളൂ. ഇടയിൽ അസ്ർ നമസ്കാരം കഴിഞ്ഞ് വന്നാൽ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് പിന്നെ മഗ്‌രിബും നമസ്കാരം ഇടയിലുണ്ടാവും. കാര്യം ഒന്നും നീട്ടി വയ്ക്കാൻ പറ്റില്ലല്ലോ. നമസ്കാരം ഇടയിലുണ്ടാവും. അത് കഴിഞ്ഞാലും മിക്കവാറും 2-നും 3-നും ഇടയ്ക്കുള്ള മണിക്കൂറേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് 14,000 എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. 14,000 വാക്കുകൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കും. അപ്പൊ എല്ലാവരും വരി കേട്ടോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും.